ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അമ്മയിൽ നവമി മോഹൻലാൽ രാജിവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. അതായത് അമ്മയുടെ ഈ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നവമി മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവി രാജിവെച്ചു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ്. മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം രാവിലെ മുതൽ തന്നെ മോഹൻലാലിന് ഈ ഒരു ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നുകൂടി അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിൽ മോഹൻലാലിനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സിദ്ദിഖ് അമ്മയുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ അംഗങ്ങളായ ജഗദീഷും ഹൻസിബയും ശ്വേതാ മേനനും ഉർവശിയും ഉൾപ്പെടെയുള്ളവർ സിദ്ദിഖിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മ പ്രസിഡന്റിന് പോലും ഈ സംഘടനയിലെ അംഗങ്ങളെ ഒന്നിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. മോഹൻലാൽ ഇപ്പോഴും മൗനം തുടരുന്നു. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ ചേരിതിരിവുണ്ടായി എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പൃഥ്വിരാജ് അടക്കം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയ സാഹചര്യത്തിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രസിഡന്റ്. നമുക്കറിയാം, വർഷങ്ങളായി അദ്ദേഹം മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കൃത്യമായി നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് വലിയ രീതിയിൽ വിവാദങ്ങളാകുന്നു. സിനിമയിലെ പ്രമുഖരായ നടന്മാർക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും മൗനമായി തുടരുന്ന പ്രസിഡന്റിന്റെ ഈ ഒരു തീരുമാനത്തിൽ വലിയ രീതിയിൽ നടിമാരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ ഇതിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും. അങ്ങനെയെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിലെ 17 അംഗങ്ങളും രാജിവെച്ചു. അങ്ങനെയാണെങ്കിൽ ഹൻസിബ ഉൾപ്പെടെ രാജിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഉടൻ പുറത്തു വരേണ്ടി വരും. മോഹൻലാൽ രാജിവെച്ചു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞത് ഏതെങ്കിലും ഒരു രാജി ആവശ്യം ഉയർന്നിട്ടുള്ളോ? നേരത്തെ മുകേഷിന്റെ രാജി ആവശ്യം, ബാബുരാജ്, മുകേഷ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉയർന്നിരുന്നതല്ലോ, അതായത് ആരോപണ വിധേയരായിട്ടുള്ളവർ. പക്ഷെ മോഹൻലാലിനെതിരെ ഇതുവരെയും നവമി അമ്മ എക്സിക്യൂട്ടീവിലെ AMMയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യം ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം എന്ന ആവശ്യം ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉയർന്നിരുന്നോ? നമുക്കറിയാം, ഈ ആരോപണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ പോലുള്ള ഒരു സംഘടന അതിൽ മറുപടി പറയാൻ രംഗത്തെത്തിയത്. അതിനുശേഷം ആ മറുപടിക്ക് പിന്നാലെ സിദ്ദിഖ് രാജിവെക്കുന്നു, അതിനുശേഷം ബാബുരാജ് രാജിവെക്കുന്നു. പക്ഷെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാലിന്റെ മൗനം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം, അതും വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു. മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ രാജ്യം മുഴുവൻ ആദരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത്ര വലിയ പദവിയിലുള്ള നടൻ, ഏത് സാമൂഹിക പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുകയും അവിടെ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന നടൻ, അങ്ങനെയുള്ളൊരു നടൻ എന്തുകൊണ്ട് സ്വന്തം സംഘടനയിലുള്ള അംഗങ്ങൾക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ, അതും വലിയ രീതിയിലുള്ളൊരു ലൈംഗിക ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അംഗങ്ങൾക്കിടയിൽ നിന്നും സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഒക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നത്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ അംഗങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ പ്രതിരോധിക്കുമെന്ന് ഇപ്പോഴും സംഘടനയിലുള്ളവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു രാജിയുമായി മോഹൻലാൽ അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. 17 അംഗങ്ങൾ, എക്സിക്യൂട്ടീവിലെ 17 അംഗങ്ങൾ കൂടി രാജിവെച്ചു എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് ഒരു തിരഞ്ഞെടുപ്പ് ഏറ്റവും അനിവാര്യമാണ്. എത്രയും വേഗം ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ആ സ്ഥാനത്തെത്തുന്നവർ കളങ്കിതരായിരിക്കരുത്. അങ്ങനെ ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇനി ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു വനിതയെ ആ സ്ഥാനത്തേക്ക് നിർത്തണമെന്നൊരു ആവശ്യം കൂടി ശക്തമായി. കളങ്കിതരായിട്ടുള്ള ആരും, അമ്മ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന, അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മാതൃകയായി നിൽക്കേണ്ട നിരവധി ചെറുപ്പക്കാർക്കുൾപ്പെടെ അവരിലുൾപ്പെടെ വലിയ സ്വാധീനം ചെലുത്തുന്ന സിനിമാ താരങ്ങളുടെ ഒരു സംഘടനയിൽ ഇതേ രീതിയിലുള്ള
ആരോപണം ഈ നടന്മാർക്കെതിരെ ഉയരുമ്പോൾ അവിടെ ഒരു മറുപടി പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും അമ്മ നേതൃത്വം തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കാരണം ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു അമ്മയുടെ ഭാരവാഹികൾ സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ കൂട്ടരാജിയിലേക്ക് വരെയും അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവരുടെ കൂട്ടരാജിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തായാലും അമ്മയിൽ കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നു. ഇനി എന്തായാലും പുതിയ ഭാരവാഹികൾ വേണം, പുതിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കണം. അതിനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ അടിയന്തരമായി തന്നെ ഉണ്ടാകും. കാരണം ഒരു അസാധാരണമായ പ്രതിസന്ധി അമ്മയിൽ ഉടലെടുത്ത സാഹചര്യത്തില് ഇനി ഒരു തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അതിന് മുന്നോടിയായി ഒരു താൽക്കാലികമായ പ്രസിഡന്റിനെ ഇന്ന് തന്നെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ജഗദീഷ് ഉൾപ്പെടെയുള്ളവരുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഈ പുതിയൊരു താൽക്കാലിക പ്രസിഡന്റ് എന്ന ഒരു ചുമതല ഉടൻ തന്നെ അത്തരമൊരു ചുമതലയിലേക്ക് പുതിയൊരാൾ എത്തുമെന്ന് പ്രതീക്ഷിക്കണോ? 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓൺലൈനായി മീറ്റിംഗ് കൂടുകയും ഈ 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കേണ്ടത് ജഗദീഷ് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതും കൂടി എടുത്തു വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ രാവിലെ തൊട്ട് സൂചിപ്പിച്ചിരുന്നതാണ്. ഒരു ഭിന്നാഭിപ്രായം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ആ AMMA എന്ന സംഘടനയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നു. കൃത്യമായി ഈ 17 അംഗങ്ങളും മാറി നിൽക്കണം എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആ ഒരു ആവശ്യം അംഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതാണ്. അത് തന്നെ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നു. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുകയാണ്. സിദ്ദിഖ് രാജിവെച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിന് ചേർന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാബുരാജിന് അതിനുശേഷമാണ് മീറ്റിംഗിന് ശേഷം അടുത്ത ദിവസം ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ജയൻ ചേർത്തലയ്ക്കെതിരെ ആരോപണം വരുന്നു. അങ്ങനെ മൊത്തത്തിൽ തലപ്പത്തിരിക്കുന്ന എല്ലാവരുടെയും മേലൊരു ആരോപണം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അംഗങ്ങൾ എല്ലാവരും കൂടി ഭിന്നതയിലേക്ക് പോയത്. അമ്മയിൽ തന്നെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയും ഒരു ഭിന്നാഭിപ്രായത്തിലേക്ക്, ഒരു ഭിന്നതയിലേക്കും തന്നെ ആ സംഘടന മാറുകയും ഇപ്പോൾ ഈ 17 പേരും കൂട്ടരാജിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ പോയത്. ഇനി ഈ 17 സ്ഥാനത്തേക്കും പ്രത്യേകമായി ഇനി ഒരു വോട്ടിംഗ് നടത്തും. ഈ 17 തസ്തികകളിലേക്കും ഇനി ആരൊക്കെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ആകെ ലഭിക്കുന്ന വിവരം ഈ 17 അംഗങ്ങളും രാജിവെച്ചു എന്നത് സംബന്ധിച്ച് തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ യോഗം ചേരുമെന്നുള്ള ഒരു കാര്യത്തിൽ കുറിച്ച് വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ മോഹൻലാലിന് അസൗകര്യം മൂലം ആ യോഗം മാറ്റിവെക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഓൺലൈനായി ഇപ്പോൾ മീറ്റിംഗ് കൂടിയതിനു ശേഷം ഈ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് സമ്മർദ്ദം മൂലമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആരുടെ മേലാണ്, എന്നാണ്, എപ്പോഴാണ് ആരോപണം വരിക എന്ന് യാതൊരുവിധ തീരുമാനവുമില്ലാതെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് വരുമ്പോൾ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംശയവുമായി രംഗത്തെത്തി അവർ തന്നെ തീരുമാനിക്കുകയും അവർ തന്നെ അഭിപ്രായം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറി. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഒരു വനിതാ പ്രാതിനിധ്യം. തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ തസ്തികകളിലേക്ക് വരുമ്പോഴേക്കും വനിതകളുടെ സാന്നിധ്യം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം AMMA എന്ന സംഘടനയ്ക്ക് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം. പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തന്നെ ഒരു വനിത വന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. AMMA എന്ന സംഘടനയെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇടവേള ബാബു കഴിഞ്ഞ ഒരു 25 കൊല്ലമായി ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നു. അതിനുശേഷം സിദ്ദിഖ് ഏകദേശം 2 മാസം നിൽക്കുന്നു. ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒന്നുകിൽ ജഗദീഷ് അല്ലെങ്കിൽ മറ്റൊരു വനിത. അതുപോലെ ഈ 17 അംഗ കമ്മിറ്റിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് വെറും 4 വനിതകൾ മാത്രമാണ്. അങ്ങനെ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ട് പുതുതായി വരുന്ന ഒരു 17 അംഗങ്ങളിൽ ഒന്നുകിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും തലപ്പത്ത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലൊക്കെ വനിതാ പ്രാതിനിധ്യം കൂടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതില്ലാതെ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല എന്നുള്ള കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നു. മീറ്റിംഗ് കൂടിയതിനു ശേഷം കൂട്ടരാജിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഒന്നേന്ന് വോട്ടിംഗ് ചെയ്യണം, ഒന്നേന്ന് തെരഞ്ഞെടുക്കണം. അതിലേക്ക് ഇനി ഏതൊക്കെ ആളുകൾ വരും? ഇപ്പോൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി ചേർന്ന ശേഷമാണ് കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നത്. ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് മോഹൻലാൽ ഈ മീറ്റിംഗിൽ ഭരണസമിതി അംഗങ്ങളോട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു. പകരം ചുമതല അഡ്ഹോക്ക് കമ്മിറ്റിക്കാണ്. നവമി ദിനേശിലേക്ക് വീണ്ടും നവമി അഡ്ഹോക്ക് കമ്മിറ്റിക്ക് പകരം ചുമതല നൽകിയിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പകരം 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കും. അതിന് മുൻപ് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന് താൽക്കാലികമായിട്ടാണ് ഈ അഡ്ഹോക്ക് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, ജഗദീഷ്, മറ്റ് ഏതൊക്കെ
ഏതെങ്കിലും വനിതാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അഡ്ഹോക്